കഴിഞ്ഞ വീഡിയോസിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഇറഡ്യൂസിബിൾ പോളിനോമിയൽ അതുപോലെ ക്വാഡ്രാറ്റിക് ഓർ ക്യൂബിക് പോളിനോമിയലിൻ്റെ ഇറഡ്യൂസിബിലിറ്റി എങ്ങനെ ചെക്ക് ചെയ്യാം ഓവർ എ ഫീൽഡ്. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇനി ഹയർ ഡിഗ്രി പോളിനോമിയൽസ് ക്വാഡ്രാറ്റിക്കോ ക്യൂബിക്കോ അല്ലാണ്ട് ഹയർ ഡിഗ്രി പോളിനോമിയൽസ് വരുന്ന സമയത്തിൽ എങ്ങനെയാണ് നമ്മൾക്ക് അത് ഇറഡ്യൂസിബിൾ ആണോ റെഡ്യൂസിബിൾ ആണോ എന്നെല്ലാം ചെക്ക് ചെയ്യാൻ പറ്റുക. അപ്പം ഞാൻ ഇനി പറയാൻ പോകുന്ന ഒരു തിയറം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് യൂസ്ഫുൾ ഫോർ ചെക്കിംഗ്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ചെക്ക് ദി ഇറഡ്യൂസിബിലിറ്റി ഓഫ് ഹയർ ഡിഗ്രി പോളിനോമിയൽസ് കേട്ടോ. അപ്പോൾ ആ ക്രൈറ്റീരിയൻ്റെ പേര്, ആ തിയറത്തിൻ്റെ പേര്, ആ റിസൾട്ടിൻ്റെ പേരാണ് ഐൻസ്റ്റീൻ ക്രൈറ്റീരിയൻ. ഐൻസ്റ്റീൻ കേട്ടിട്ടുള്ള വളരെ ഫെമിലിയർ ആയിട്ടുള്ളൊരു പേരായിരിക്കും, ചെറുപ്പം മുതലേ നമുക്ക് കേട്ട് പരിചയമുള്ള പേരാണ് ഐൻസ്റ്റീൻ അല്ലേ. അപ്പോൾ ഐൻസ്റ്റീൻ ക്രൈറ്റീരിയ നമ്മൾ യൂസ് ചെയ്യുന്നത് സാധാരണ രീതിയിൽ ഇപ്പോൾ ചെറിയ ഡിഗ്രി, ഇപ്പോൾ ക്വാഡ്രാറ്റിക് ക്യൂബിക് പോളിനോമിയൽസിനെ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. അതിന് കൂടുതൽ ഡിഗ്രി വരുന്ന പോളിനോമിയൽസ് എക്സിസ്റ്റ് ചെയ്യുമെന്ന് നമുക്കറിയാം. അവിടെ അപ്പോൾ എങ്ങനെയാണ് ഇറഡ്യൂസിബിലിറ്റി ചെക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ അതിനുള്ള ഒരു മെത്തേഡാണ്, പല മെത്തേഡുകളുണ്ട്, അതിൽ ഒരു ക്രൈറ്റീരിയനാണ് ഐൻസ്റ്റീൻ ക്രൈറ്റീരിയൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ക്രൈറ്റീരിയൻ എന്ന് പറയുന്നത് നിങ്ങൾ ക്വാഡ്രാറ്റിക് ക്യൂബിക് പോളിനോമിയലിൻ്റെ കേസിൽ നെസസറി ആൻഡ് സഫീഷ്യൻറ്റ് കണ്ടീഷനാണ് പഠിച്ചിട്ടുള്ളതെങ്കിൽ ഐൻസ്റ്റീൻ ക്രൈറ്റീരിയ എന്ന് പറയുന്ന ഒരു സഫീഷ്യൻറ്റ് കണ്ടീഷനാണ്. ഇറ്റ് ഈസ് നോട്ട് എ നെസസറി കണ്ടീഷൻ ഫോർ എ പോളിനോമിയൽ ടു ബി ഇറഡ്യൂസിബിൾ. ഐൻസ്റ്റീൻ ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല എന്ന് പറയുന്നത് കൊണ്ട് ഒരു പോളിനോമിയൽ ഇറഡ്യൂസിബിൾ അല്ല എന്ന് നിങ്ങൾക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റില്ല. മനസ്സിലായോ? അപ്പോൾ വ്യക്തമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഐൻസ്റ്റീൻ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സഫിഷ്യൻറ്റ് കണ്ടീഷൻ ഫോർ എ പോളിനോമിയൽ ടു ബി ഇറഡ്യൂസിബിൾ. അതായത് സഫിഷ്യൻറ്റ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഐൻസ്റ്റീൻ ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ ദാറ്റ് പോളിനോമിയൽ ഈസ് ഇറഡ്യൂസിബിൾ. ഇറ്റ് ഈസ് നോട്ട് നെസസറി എന്ന് പറഞ്ഞാൽ എന്താ? ഐൻസ്റ്റീൻ ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല എന്നതുകൊണ്ട് ഒരു പോളിനോമിയൽ ഇറഡ്യൂസിബിൾ അല്ല. ഓവർ ക്യൂ ആണ് കേട്ടോ ഇവിടെ പറയുന്നത്. ഞാൻ ഓവർ ഏതാന്ന് പറഞ്ഞില്ല. ഓവർ ക്യൂ ഇറഡ്യൂസിബിൾ അല്ല എന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയില്ല. അപ്പോൾ ഐൻസ്റ്റീൻ ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് കൺക്ലൂഡ് ചെയ്യാനൊന്നും പറ്റില്ല. ഇത് പോളിനോമിയൽ ഈസ് നോട്ട് ഇറഡ്യൂസിബിൾ എന്ന് പെട്ടെന്ന് കൺക്ലൂഡ് ചെയ്യാനൊന്നും പറ്റില്ല. ഐൻസ്റ്റീൻ ക്രൈറ്റീരിയ ഇസ് നോട്ട് അപ്ലിക്കബിൾ ഹിയർ എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അടുത്ത മെത്തേഡുകൾ യൂസ് ചെയ്തിട്ട് അത് റെഡ്യൂസിബിൾ ആണോ ഇറഡ്യൂസിബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യേണ്ടതായിട്ട് വരും കേട്ടോ. അപ്പോൾ ഈ ഐൻസ്റ്റീൻ ക്രൈറ്റീരിയ, അപ്പോൾ അത് വ്യക്തമായിട്ട് മനസ്സിലാക്കണം. ഈ സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് ഐൻസ്റ്റീൻ ക്രൈറ്റീരിയ ഫോർ ഇറഡ്യൂസിബിലിറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഒന്നും പറഞ്ഞു കളയരുത് കേട്ടോ. അപ്പോൾ ഈ ക്രൈറ്റീരിയൻ എന്താ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു പ്രൈം ഇൻറ്റിജർ പി എന്ന് പറയുന്ന ഒരു പ്രൈം ഇൻറ്റിജർ ചൂസ് ചെയ്യുന്നു. ലെറ്റ് പി ബിലോങ്സ് ടു സെഡ് ബി എ പ്രൈം. അത് നമ്മൾ ചൂസ് ചെയ്ത് വെച്ചാൽ അപ്പോൾ ഒരു പ്രൈം ഇവിടെ ചൂസ് ചെയ്യണം. ദെൻ if f of x is equal to f of x എന്ന് പറയുന്നത് a0 പ്ലസ് a1x പ്ലസ് എക്സെട്ര പ്ലസ് an x raised to n be a polynomial in z of x. കിട്ടിയോ? ഇവിടെ ഈ കോഎഫിഷ്യൻസ്, അപ്പോൾ ഇൻറ്റിജർ കോഎഫിഷ്യൻസ് ആണല്ലോ വരുന്നത്. ഈ ഇൻറ്റിജർ കോഎഫിഷ്യൻസ് ഐൻസ്റ്റീൻ ക്രൈറ്റീരിയൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഈ കോഎഫിഷ്യൻസ് ചില കണ്ടീഷൻസ് ഇവിടെ സാറ്റിസ്ഫൈ ചെയ്യും. അതായത് a0 കോൺഗ്രുവൻറ്റ് ടു a അല്ലെങ്കിൽ a0 നോട്ട് കോൺഗ്രുവൻറ്റ് ടു കേട്ടോ. a0 നോട്ട് കോൺഗ്രുവൻറ്റ് ടു 0 മോഡ് p സ്ക്വയർ. പി ചൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ അവിടെ. അത് നമ്മൾ ചൂസ് ചെയ്യേണ്ട പ്രൈമാണ്. അത് നമുക്ക് ഓരോ പോളിനോമിയലിനും ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഈ പി ചൂസ് ചെയ്യുന്നത്. അത് പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്കൊന്നും കൂടെ ക്ലിയർ ആവും കേട്ടോ. അപ്പോൾ a0 നോട്ട് കോൺഗ്രുവൻറ്റ് ടു a0 എന്ന് പറഞ്ഞാൽ ആരാണ് ഇവിടെ? അത് വ്യക്തമായിട്ട് മനസ്സിലാക്കണം കേട്ടോ. a0 എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് ടേം. a0 നോട്ട് കോൺഗ്രുവൻറ്റ് ടു 0 മോഡ് p സ്ക്വയർ. ബട്ട് ai കോൺഗ്രുവൻറ്റ് ടു 0 mod p for every I
strictly less than n. Also, an not congruent to, അപ്പോൾ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കണം. 0 mod p. an ആരാ? ഹയർ ഡിഗ്രി ടേമിൻ്റെ കോഎഫിഷ്യൻറ്റ്. an not congruent to 0 mod p. ഓക്കെ ഓക്കെ. അപ്പോൾ ഈ കണ്ടീഷൻസ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ, അപ്പോൾ ഇത് നിങ്ങൾ ആലോചിക്കണം. കോൺസ്റ്റന്റ് ടേം നോട്ട് കോൺഗ്രുവൻറ്റ് ടു 0 മോഡ് പി സ്ക്വയർ, അതുപോലെ ബാക്കി ഹയർ ഡിഗ്രി ടേമിൻ്റെ കോഎഫിഷ്യൻ്റ് ഒഴികെ ബാക്കിയെല്ലാം കോൺഗ്രുവൻറ്റ് ടു 0 മോഡ് പി. ഹയർ ഡിഗ്രി ടേമിൻ്റെ കോഎഫിഷ്യൻ്റോ നോട്ട് കോൺഗ്രുവൻറ്റ് ടു 0 മോഡ് പി. അപ്പോൾ ഇങ്ങനെയുള്ള കണ്ടീഷൻസ് കോഎഫിഷ്യൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു പോളിനോമിയലാണ് നിങ്ങളുടെ എഫ് ഓഫ് എക്സ് എങ്കിൽ, എഫ് ഓഫ് എക്സ് ഈ പറഞ്ഞിട്ടുള്ള കണ്ടീഷൻസ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ ദാറ്റ് പോളിനോമിയൽ എഫ് ഓഫ് എക്സ് ഈസ് ഇറഡ്യൂസിബിൾ ഓവർ ക്യൂ. കിട്ടിയോ? ഇങ്ങനെ ഒരു പ്രൈം നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റുന്നുണ്ടെങ്കിൽ, ഇങ്ങനെ ഒരു പ്രൈം ഇൻറ്റിജർ നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റുന്നുണ്ടെങ്കിൽ, എങ്ങനെ ഒരു പ്രൈം ഇൻറ്റിജർ ഈ പറഞ്ഞിട്ടുള്ള കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലുള്ള ഒരു പ്രൈം ഇൻറ്റിജർ നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റുന്നുണ്ടെങ്കിൽ യുവർ പോളിനോമിയൽ ഈസ് ഇറഡ്യൂസിബിൾ ഓവർ ക്യൂ. കിട്ടിയോ? അപ്പം ഞാനിവിടെ പറഞ്ഞിട്ടില്ല എന്ത് അതർവൈസ് ഇറ്റ് ഈസ് റെഡ്യൂസിബിൾ എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അതാണ് ഞാൻ പറഞ്ഞത്. ഐൻസ്റ്റീൻ ക്രൈറ്റീരിയൻ ഈസ് നോട്ട് എ നെസസറി കണ്ടീഷൻ ഫോർ എ പോളിനോമിയൽ ടു ബി ഇറഡ്യൂസിബിൾ ഓവർ ക്യൂ. പലപ്പോഴും നമ്മൾ പേപ്പർ വാല്യൂ ചെയ്യുന്ന സമയത്തിൽ കണ്ടിട്ടുള്ള ഒരു മിസ്റ്റേക്കാണ് എന്ത്, വേഗം എന്തെങ്കിലും ഒരു പോളിനോമിയൽ തന്നാൽ എല്ലാത്തിനും ഐൻസ്റ്റീൻ ക്രൈറ്റീരിയ അങ്ങോട്ട് യൂസ് ചെയ്യും. എന്നിട്ട് കൺക്ലൂഡ് ചെയ്യുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഐൻസ്റ്റീൻ ക്രൈറ്റീരിയൻ സാറ്റിസ്ഫൈ ചെയ്യാത്തത് കൊണ്ട് ദിസ് പോളിനോമിയൽ ഈസ് നോട്ട് ഇറഡ്യൂസിബിൾ. തെറ്റ്. അങ്ങനെ ചെയ്യാൻ പാടില്ല കേട്ടോ. അപ്പോൾ ഐൻസ്റ്റീൻ ക്രൈറ്റീരിയൻ എല്ലാ പോളിനോമിയലിനും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന രീതിയിലല്ല. ഐൻസ്റ്റീൻ ക്രൈറ്റീരിയൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല എന്നതുകൊണ്ട് പോളിനോമിയൽ ഇറഡ്യൂസിബിൾ അല്ല എന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. അതൊക്കെ നമ്മൾ കുറച്ച് പ്രോബ്ലംസ് ഒക്കെ വർക്കൗട്ട് ചെയ്യുമ്പോൾ കിട്ടുന്നൊരു കാര്യം, മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് പ്രൂവ് ചെയ്യാം? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടൂളാണ് ഈ പറഞ്ഞിട്ടുള്ള ഐൻസ്റ്റീൻ ക്രൈറ്റീരിയൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതും നമ്മൾ പ്രൂവ് ചെയ്യുന്നത് നമ്മളുടെ സാധാരണ മെത്തേഡുകളായ, നിങ്ങൾക്കറിയാം ഇവിടെ കുറേ മെത്തേഡുകൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുന്നത് കോൺട്രഡിക്ഷൻ മെത്തേഡായിരിക്കും നമ്മൾ യൂസ് ചെയ്യുക. ഇൻഡക്ഷനൊക്കെ റെയറായിട്ട് യൂസ് ചെയ്യും. അതാണ് ആ ടൈപ്പ് ഓഫ് പ്രൂഫുകൾ പ്രൂവ് ചെയ്യേണ്ട സന്ദർഭങ്ങളിൽ മാത്രം. മെയിനായിട്ട് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത് കോൺട്രഡിക്ഷൻ മെത്തേഡാണ്. സോ that method we opt that method for proving Einstein criterion. So to prove f of x is irreducible over q, ഞാൻ പറഞ്ഞു കഴിഞ്ഞു, we use contradiction method. So you just suppose your f of x is reducible. F of x is reducible. That means f of x is reducible over q means you can return your f of x as the product of two lower degree polynomials. ലോവർ ഡിഗ്രി എന്ന് പറയുമ്പോൾ ആരുമായിട്ട് കമ്പയർ ചെയ്തിട്ട് എഫ് ഓഫ് എക്സ് ആയിട്ട് അല്ലേ. അപ്പോൾ നമ്മൾ എടുക്കുന്നു, സപ്പോസ് യുവർ എഫ് ഓഫ് എക്സ് ക്യാൻ ബി റിട്ടേൺ ഇൻ ദിസ് ഫോം. സം എഫ് ഓഫ് എക്സ് എടുത്തു, ജി ഓഫ് എക്സ് ഇൻറ്റു എച്ച് ഓഫ് എക്സ്. ജി ഓഫ് എക്സിൻ്റെയും എച്ച് ഓഫ് എക്സിൻ്റെയും ഡിഗ്രി എന്ന് പറയുന്നത് ഇസ് ലെസ് ദാൻ ഡിഗ്രി ഓഫ് എഫ് ഓഫ് എക്സ്. സോ യു ജസ്റ്റ് സപ്പോസ് യുവർ ജി ഓഫ് എക്സ് ആസ്, ഇവിടെ എഫ് ഓഫ് എക്സ് എക്സ്പ്ലിസിറ്റ് ആയിട്ട് തന്നിട്ടുള്ളതുകൊണ്ട് യു ക്യാൻ ചൂസ് യുവർ ജി ഓഫ് എക്സ് ഇൻ ദി എക്സ്പ്ലിസിറ്റ് ഫോം. സോ യുവർ സപ്പോസ് യു ജസ്റ്റ് ടേക്ക് യുവർ ജി ഓഫ് എക്സ് ആസ് സം, നിങ്ങളുടെ ടെക്സ്റ്റിലെ സിമ്പിൾ തന്നെ ഞാൻ ഫോളോ ചെയ്യുകയാണ്, സം ബി ആർ എക്സ് റേസ് ടു ആർ പ്ലസ് ബി ആർ മൈനസ് 1 എക്സ് റേസ് ടു ആർ മൈനസ് 1 പ്ലസ് എക്സെട്രാ പ്ലസ് ബി നോട്ട്. Okay, similarly your h of x is like this, some b c cs x raised to s plus cs minus 1 x raised to plus etc plus എന്തായിരിക്കും c naught. You just choose g of x and h of x in this way. Okay,
So, since f of x is you're supposing that it is reducible. Okay. So, since it is reducible, our supposition is f of x is reducible. നമുക്ക് പ്രൂവ് ചെയ്യേണ്ട എന്താ, ഇറ്റ് ഈസ് ഇറഡ്യൂസിബിൾ ഓവർ ക്യൂ. അത് പ്രൂവ് ചെയ്യാൻ കോൺട്രഡിക്ഷൻ മെത്തേഡ് യൂസ് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ സപ്പോസ് ചെയ്തു ഇറ്റ് ഈസ് റെഡ്യൂസിബിൾ. സോ വാട്ട് വിൽ ഹാപ്പൻ ടു ദിസ് ആർ ആൻഡ് എസ്? R, S is less than n. What is your n here? It is the degree of f of x. Okay, so the degree of BR and CS എന്ന് പറയുന്നത് not equal to 0 ആണ്. BR and CS not equal to 0, and so what will happen to the degree? Here the degree is R and the degree is S. So your R and S is less than n since we choose f of x as g of x and h of x. Okay, so now you just go through these conditions. A naught is not congruent to 0 mod p square. So what is your A naught here? You just substitute g of x as this and h of x as this and f of x as what is your f of x here? This. Okay, and just compare the coefficients. Then what will happen? What is your A naught here? What is your A naught here? You are just supposing this condition. A naught is not congruent to 0 mod p square. So comparing both these sides, what is your A naught? A naught is the constant term of f of x. So what is the constant term of this product? B naught into. Okay, so A naught is not congruent to 0 mod p square. This condition implies, just comparing the coefficients, B naught into C naught not congruent to 0 mod p square. So the product B naught into C naught is not congruent to 0 mod p square is p square implies what? ഇതെന്താ ഇംപ്ലൈ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ദിസ് വിൽ ഇംപ്ലൈ ദാറ്റ് ഇപ്പം രണ്ടും ബി നോട്ടും സി നോട്ടും ഒരുമിച്ച് കോൺഗ്രുവൻറ്റ്, ബി നോട്ട് കോൺഗ്രുവൻറ്റ് ടു 0 mod p, സി നോട്ട് കോൺഗ്രുവൻറ്റ് ടു 0 mod p ആണെങ്കിൽ എന്ത് സംഭവിക്കും? പ്രോഡക്റ്റ് കോൺഗ്രുവൻറ്റ് ടു 0 mod p സ്ക്വയർ ആയിരിക്കും. അതൊക്കെ നിങ്ങൾ നമ്പർ തിയറിയിലൊക്കെ കോൺഗ്രുവൻസും ഇതെല്ലാം പഠിക്കുന്ന സമയത്ത് പഠിച്ചിട്ടുള്ളതാണ്. അല്ലെങ്കിൽ ജസ്റ്റ് ഒരു എക്സാമ്പിൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് നോക്കാൻ പറ്റുന്ന കാര്യമാണ്. ഇപ്പോൾ ബി നോട്ട് കോൺഗ്രു, ഞാനൊരു പ്രൈം ചൂസ് ചെയ്തു 2, പി എന്ന് പറയുന്നത് ഞാൻ 2 ചൂസ് ചെയ്തു, ബി നോട്ട് എന്ന് പറയുന്നത് 2 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ബി നോട്ട് കോൺഗ്രുവൻറ്റ് ടു എന്താ? 0 mod p അല്ലേ? ബി നോട്ട് ഇസ് എ മൾട്ടിപ്പിൾ ഓഫ് പി. അതുപോലെ സി നോട്ട് 4 ആണെന്ന് വിചാരിക്കുക. ദാറ്റ് മീൻസ് സി നോട്ട് ഇസ് കോൺഗ്രുവൻറ്റ് ടു 0 mod p. അപ്പോൾ വാട്ട് അബൌട്ട് ദി പ്രോഡക്റ്റ് ബി നോട്ട് ഇൻറ്റു സി നോട്ട്? 8 അല്ലേ? അല്ല, 8 അല്ലേ വരുന്നത്? 8 എന്ന് പറയുന്നത് എന്താ? കോൺഗ്രുവൻറ്റ് ടു 0 mod p സ്ക്വയർ അല്ലേ? 0 mod 4 അല്ലേ വരുന്നത് അല്ലേ? അപ്പോൾ രണ്ടും അറ്റ് എ ടൈം കോൺഗ്രുവൻറ്റ് ടു 0 mod p ആണെങ്കിൽ പ്രോഡക്റ്റ് കോൺഗ്രുവൻറ്റ് ടു 0 mod p സ്ക്വയർ ആയിരിക്കും. അപ്പോൾ ഇവിടെ നോട്ട് കോൺഗ്രുവൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അറ്റ് എ ടൈം രണ്ടും കോൺഗ്രുവൻറ്റ് ടു 0 mod p ആവാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ എന്തൊക്കെ പോസിബിലിറ്റീസ് വരാം? രണ്ടും നോട്ട് കോൺഗ്രുവൻറ്റ് ടു 0 mod p ആവാൻ പറ്റുമോ? രണ്ടും നോട്ട് കോൺഗ്രുവൻറ്റ് ടു 0 mod p ആണെങ്കിൽ എന്ത് സംഭവിക്കും? രണ്ടും നോട്ട് കോൺഗ്രുവൻറ്റ് ടു 0 mod p ആണെങ്കിൽ പ്രോഡക്റ്റ് എന്ത് സംഭവിക്കും? ബി നോട്ട് ഇൻറ്റു സി നോട്ട് നോട്ട് കോൺഗ്രുവൻറ്റ് ടു 0 mod p ആവും അല്ലേ? അതായത് എന്താ? എ നോട്ട് നോട്ട് കോൺഗ്രുവൻറ്റ് ടു 0 mod p എന്ന് വരും. പക്ഷെ അത് പോസിബിൾ അല്ല. അത് ആർക്ക് മാത്രമേ അനുവദനീയമായിട്ടുള്ളൂ? എന് മാത്രമേ നോട്ട് കോൺഗ്രുവൻറ്റ് ടു 0 mod p ആയിട്ട് പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ രണ്ടും അറ്റ് എ ടൈം ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ടും അറ്റ് എ ടൈം കോൺഗ്രുവൻറ്റ് ടു 0 mod p ആവാൻ പാടില്ല. അപ്പോൾ വരുന്ന പോസിബിലിറ്റീസിൽ ഒരു പോസിബിലിറ്റി നമുക്ക് ഒഴിവാക്കണം. ഒരു പോസിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടും നോട്ട് കോൺഗ്രുവൻറ്റ് ടു 0 mod p ആവാനുള്ള ഒരു ചാൻസ് ഉണ്ടല്ലോ. അത് പക്ഷേ ഇവിടെ എടുക്കാൻ പറ്റില്ല. കാരണം AI കോൺഗ്രുവൻറ്റ് ടു 0 mod p ഫോർ എവറി I is strictly less than n.
ഓക്കെ, സോ ഏതെങ്കിലും ഒന്ന് മാത്രമേ ഇവിടെ നോട്ട് കോൺഗ്രുവൻറ്റ് ടു സീറോ മോഡ് പി ആവാൻ പറ്റുള്ളൂ. കിട്ടിയോ? അപ്പോൾ നമ്മൾ എന്തെടുക്കുന്നു? സപ്പോസ് യുവർ ബി നോട്ട് ഈസ് നോട്ട് കോൺഗ്രുവൻറ്റ് ടു സീറോ മോഡ് പി ആൻഡ് സി. അപ്പോൾ എന്ത് സംഭവിക്കണം? സി നോട്ടിന് എന്ത് സംഭവിക്കണം? സി നോട്ട് കോൺഗ്രുവൻറ്റ് ടു സീറോ മോഡ് പി. കിട്ടിയോ? കിട്ടിയില്ലേ? ഇനി അടുത്തൊരു സാധനം എന്ന് പറയുന്നത് എന്താ? അവിടെ നോക്കൂ, എന്താ പറയുന്നത്? എ എൻ നോട്ട് കോൺഗ്രുവൻറ്റ് ടു സീറോ മോഡ്. ഇവിടെ എന്താ പറയുന്നത്? എ എൻ നോട്ട് കോൺഗ്രുവൻറ്റ് ടു സീറോ മോഡ് പി അല്ലേ? എ എൻ നോട്ട് കോൺഗ്രുവൻറ്റ് ടു സീറോ മോഡ് പി. എ എൻ നോട്ട് കോൺഗ്രുവൻറ്റ് ടു സീറോ മോഡ് പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എ എന്നിന് പകരം ആരെ ഈ പ്രോഡക്റ്റിൽ വരുന്നത്? കമ്പയർ ചെയ്യുന്ന സമയത്ത് എക്സ് റേസ് ടു എൻ്റെ കോഎഫിഷ്യൻ്റ് ആയിട്ട് ഇവിടെ വരുന്നത് ആരായിരിക്കും? ഇവിടെ വരുന്ന ആരായിരിക്കും? ആർ പ്ലസ് എസ് അല്ലേ ഇവിടെ ആരായിട്ട് വരുന്നത്? എൻ ആയിട്ട് വരിക അല്ലേ? അപ്പോൾ ബി ആർ ഇൻറ്റു സി എസ്, ബി ആർ ഇൻറ്റു സി എസ്, ബി ആർ ഇൻറ്റു സി എസ് ആണ് ആരെന്ന് പറയുന്നത്? എ എൻ എന്ന് പറയുന്നത് അല്ലേ? എ എൻ നോട്ട് കോൺഗ്രുവൻറ്റ് ടു സീറോ മോഡ് പി അല്ലേ? എ എൻ നോട്ട് കോൺഗ്രുവൻറ്റ് ടു സീറോ മോഡ് പി. That means BR into CS not congruent to zero mode. Comparing the coefficients. Okay. BR into CS not congruent to zero mode P. Okay. So BR into CS not congruent to zero mode P. അതിൽ നിന്ന് എന്താ വരുന്നത്? ബി ആറിൻ്റെ കോൺഗ്രുവൻസിനെ കുറിച്ചും സി എസിൻ്റെ കോൺഗ്രുവൻസിനെ കുറിച്ചും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് എന്തെന്ന് പറയാം? നോട്ട് കോൺഗ്രുവൻറ്റ് ടു സീറോ മോഡ് പി ആണ്. അപ്പോൾ നോക്കൂ, ഞാനിപ്പോൾ രണ്ട് നമ്പേഴ്സ് എ എന്ന് പറയുന്നത് 3 ആണ്, അല്ലെ 3 വേണ്ട, എ എന്ന് പറയുന്നത് 5 6 എടുത്തു, ബി എന്ന് പറയുന്നത് 5 എടുത്തു. എ ഇൻറ്റു ബി എന്ന് പറയുന്നത്, ഇപ്പോൾ നോക്കൂ, ഇവിടെ എന്താ? എ കോൺഗ്രുവൻറ്റ് ടു സീറോ മോഡ് 2 ആണ്, ബി നോട്ട് കോൺഗ്രുവൻറ്റ് ടു സീറോ മോഡ് 2 ആണ് അല്ലേ? ഞാൻ എടുക്കുന്ന പ്രൈം എന്ന് പറയുന്നത് 2 ആണെന്ന് വിചാരിച്ചോ അല്ലേ? അപ്പോൾ ഇവിടെ ഒരാൾ കോൺഗ്രുവൻറ്റ് ടു സീറോ മോഡ് 2ഉം വേറൊരാൾ നോട്ട് കോൺഗ്രുവൻറ്റ് ടു സീറോ മോഡ് 2 ആണ്. പക്ഷെ പ്രോഡക്റ്റിന് എന്താ സംഭവിക്കുന്നത്? 30 കോൺഗ്രുവൻറ്റ് ടു സീറോ മോഡ് 2. സോ ഏതെങ്കിലും ഒരാൾ കോൺഗ്രുവൻറ്റ് ടു സീറോ മോഡ് പി ആണെങ്കിൽ പ്രോഡക്റ്റ് ഓൾസോ കോൺഗ്രുവൻറ്റ് ടു സീറോ മോഡ് പി ആയിരിക്കും അല്ലേ? സോ ഹിയർ ദി പ്രോഡക്റ്റ് നോട്ട് കോൺഗ്രുവൻറ്റ് ടു സീറോ മോഡ് പി ഇംപ്ലൈസ് ബി ആർ നോട്ട് കോൺഗ്രുവൻറ്റ് ടു സീറോ മോഡ് പി ആൻഡ് സി എസ് നോട്ട് കോൺഗ്രുവൻറ്റ് ടു സീറോ മോഡ് അല്ലേ? അപ്പോൾ ഇവിടെ സി എസ് നോട്ട് കോൺഗ്രുവൻറ്റ് ടു സീറോ മോഡ് പി എന്ന് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ എന്താ കിട്ടിയിട്ടുണ്ട്? സി നോട്ട് നോട്ട് കോൺഗ്രുവൻറ്റ് ടു സീറോ മോഡ് പി. അപ്പോൾ ഇവിടെ സി നോട്ട് കോൺഗ്രുവൻറ്റ് ടു സീറോ മോഡ് പി, ഇവിടെ സി എസ് നോട്ട് കോൺഗ്രുവൻറ്റ് ടു സീറോ മോഡ് പി. പക്ഷേ ബിയുടെ കാര്യത്തിൽ ബീസ് എല്ലാം ഏത് കണ്ടീഷൻ? നോട്ട് കോൺഗ്രുവൻസ് തന്നെയാണ് വരുന്നത്. ഇവിടെ കോൺഗ്രുവൻറ്റും വരുന്നുണ്ട്, നോട്ട് കോൺഗ്രുവൻറ്റും വരുന്നുണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് ഈ സി കോഎഫിഷ്യൻറ്റുകളിൽ നമ്മൾക്ക് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന സി കോഎഫിഷ്യൻറ്റിൽ നോട്ട് കോൺഗ്രുവൻറ്റ് ടു സീറോ മോഡ് പി എന്ന് പറയുന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നതിൽ ഏറ്റവും ചെറിയ വാല്യൂ എന്ന് പറയുന്നത് ഏതാണ്? എം ആണെന്ന് വിചാരിക്കുക. സപ്പോസ് എം ബി ദി സ്മോളസ്റ്റ് വാല്യൂ സച്ച് ദാറ്റ് സി എം നോട്ട് കോൺഗ്രുവൻറ്റ് ടു സീറോ മോഡ് പി അല്ലേ? സി കോഎഫിഷ്യൻസിൽ നോട്ട് കോൺഗ്രുവൻറ്റ് ടു സീറോ മോഡ് പി ആയിട്ട് വരുന്നതിൽ ഏറ്റവും ചെറിയ ആള് സഫിക്സ് അത് വരുന്നത് എം ആണെന്ന് വിചാരിക്കുക. അതായത് സി എം ഇസ് നോട്ട് കോൺഗ്രുവൻറ്റ് ടു സീറോ മോഡ് പി. സി എം മൈനസ് 1 എന്തായിരിക്കും? ഇയാളാണ് ഏറ്റവും ചെറിയ ആൾ. നോട്ട് കോൺഗ്രുവൻ്റ് ആയിട്ട് വരുന്നതിൽ ഏറ്റവും ചെറിയ ആൾ സി എം ആണ്. അപ്പോൾ സി എം മൈനസ് 1 എന്ത് സംഭവിക്കും? ഇറ്റ് ഈസ് കോൺഗ്രുവൻറ്റ് ടു സീറോ മോഡ് പി.
ഓക്കെ. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലുണ്ടാവണം. അങ്ങനെ നമ്മൾ ഒരാളെ ഫിക്സ് ചെയ്തിട്ടുണ്ട് ഇവിടെ. അപ്പോൾ അങ്ങനെ ഫിക്സ് ചെയ്തിട്ട് നമുക്ക് എക്സ് റേസ് ടു എമ്മിൻ്റെ കോയഫിഷ്യൻറ്റ്, എമ്മിന് എം സഫിക്സ് കിട്ടിയല്ലോ, എ എം എടുക്കാം. എ എം എന്ന് പറയുമ്പോൾ അവരുടെ എക്സ് റേസ് ടു എമ്മിൻ്റെ കോയഫിഷ്യൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ആ പ്രോഡക്റ്റ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. എക്സ് റേസ് ടു എമ്മിൻ്റെ കോയഫിഷ്യൻ്റ് എന്ന് പറയുമ്പോൾ എന്താ വരിക? ബി നോട്ട് ഇൻറ്റു സി എം പ്ലസ് ബി വൺ ഇൻറ്റു, അല്ലേ? അത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. പ്ലസ് എക്സെട്ര പ്ലസ് 2 കേസസ് വരും അല്ലേ? ഇവിടെ എമ്മിന് 2 പോസിബിലിറ്റീസ് ഉണ്ട് അല്ലേ? ഇവിടെ പ്രോഡക്റ്റ് ഇങ്ങനെയല്ലേ വരുന്നത്? എവിടെ പ്രോഡക്റ്റ്? ഇവിടെ പ്രോഡക്റ്റ് വരുന്നത് ബി ആർ അല്ല ജി എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ് ഇൻറ്റു എച്ച് ഓഫ് എക്സ് ആണ്. അപ്പോൾ ഒന്നുമില്ലെങ്കിൽ ഈ ആറ് എസിനെക്കാട്ടിലും ഗ്രേറ്റർ ആവാം, അല്ലെങ്കിൽ എസ് ആറിനെക്കാട്ടിലും ഗ്രേറ്റർ ആവാം. അപ്പോൾ ഇവിടെ സിയുടെ കോയഫിഷ്യൻ്റ്, സിയിൽ വരുന്നൊരു കോയഫിഷ്യൻ്റ് ആണ് ആര്? സി എം എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ എമ്മിന് ചിലപ്പോൾ ആറിനെക്കാട്ടിലും അല്ലേ ഗ്രേറ്റർ ആവാനുള്ളൊരു പോസിബിലിറ്റി ഉണ്ട്, അല്ലെങ്കിൽ ലെസ് ദാൻ ആവാനുള്ള പോസിബിലിറ്റിയും എമ്മിന് വരുന്നുണ്ട് ആറിനെക്കാട്ടിലും അല്ല. ഇത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവുമല്ലോ. ഇവിടെ എസ് എന്ന് പറയുന്ന ആൾ, ഈ എസ് സഫിക്സ് എസ് എന്ന് പറയുന്ന ആൾ ആറിനെക്കാട്ടിലും ഗ്രേറ്റർ ആവാം, ആറിനെക്കാട്ടിലും ലെസ് ആവാം. അപ്പോൾ ഇതിൽ വരുന്ന ഒരാളാണ് സി എം. സോ സി എം എന്ന് പറയുന്ന എം എന്ന് പറയുന്ന ആറിനെക്കാട്ടിലും ഗ്രേറ്റർ ആവാം, ലെസ് ആവാം. അപ്പോൾ അതിനനുസരിച്ച് ഇവിടെ നമുക്ക് കൺക്ലൂഡ് ചെയ്യേണ്ടതായിട്ട് വരും അല്ലേ? അപ്പോൾ എ എം എന്ന് പറയുന്നത് എന്തായിട്ട് വരും? ഇതൊക്കെ സെയിം തന്നെ, പ്ലസ് എക്സെട്ര പ്ലസ് ലാസ്റ്റ് നമ്മൾ കൺക്ലൂഡ് ചെയ്യുമ്പോൾ എന്താ വരിക? എവിടെ വെച്ച് നിർത്തണം? ബി എം ഇൻറ്റു, ഇവിടെ നിന്ന് ബി നോട്ട്, ബി എം ഇൻറ്റു സി നോട്ട്. ഇത് ഏത് കേസിലാണ് വരിക? ഇത് എപ്പോഴും അങ്ങനെ വരിക? ആറ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എം ആവുന്ന സമയത്തിൽ അല്ലേ? അല്ലെങ്കിൽ എന്താ സംഭവിക്കുക? ബി ആർ ഇൻറ്റു ലാസ്റ്റ് ടേം എന്താ വരിക? ബി ആർ ഇൻറ്റു സി എം മൈനസ് ആറ്. എപ്പോഴാണ്? ആറ് അടുത്ത കേസ് ലെസ് ദാൻ എം ആവുമ്പോൾ, ആറ് ലെസ് ദാൻ എം ആവുമ്പോഴല്ലേ ഇത് പറ്റുള്ളൂ. സി എം മൈനസ് ആറ് പറ്റണമെങ്കിൽ അല്ലേ ആറ് എന്താവണം? ലെസ് ദാൻ എം ആവണം അല്ലേ? അത് ജസ്റ്റ് ഒന്ന് എടുത്ത് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവുന്നൊരു കാര്യം കേട്ടോ. അപ്പോൾ എ എം എന്താ വന്നത്? നമ്മൾക്ക് എ എം ഇസ് ഈക്വൽ ടു ബി നോട്ട് സി എം പ്ലസ് ബി വൺ സി എം മൈനസ് വൺ പ്ലസ് ബി ടു സി എം മൈനസ് ടു പ്ലസ് എക്സെട്ര പ്ലസ് ബി എം സി നോട്ട്. അത് ബി എം സി നോട്ട് വരണമെങ്കിൽ നിങ്ങൾക്കറിയാം എന്താ? ആറ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എം ആവണം അല്ലേ? അപ്പോൾ എന്തായാലും ഇവിടെ എന്താ സംഭവിക്കുന്നത്? എ എമ്മിന് എന്താ സംഭവിക്കുന്നത് നോക്കൂ. ഓരോ ടേമും ഒന്ന് ക്ലോസ് ആയിട്ട് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് മനസ്സിലാവും എന്താണ് ഇവിടെ എന്താ സംഭവിച്ചത്. ബി നോട്ട് ആരായിരുന്നു? ബി നോട്ട് നോട്ട് കോൺഗ്രുവൻറ്റ് ടു 0 മോഡ് പി അല്ലേ? അതുപോലെ നമ്മളുടെ സി എം എന്ന് പറയുന്ന ആൾ എന്തായിരുന്നു? എം വീതി. എം എങ്ങനെയാണ് നമ്മൾ ഫിക്സ് ചെയ്തത് അല്ലേ? എം ഈസ് ദി ലീസ്റ്റ് വാല്യൂ സച്ച് ദാറ്റ് സി എം ഈസ് നോട്ട് കോൺഗ്രുവൻറ്റ് ടു 0 മോഡ് പി. അപ്പോൾ സി എം നോട്ട് കോൺഗ്രുവൻറ്റ് ടു 0 മോഡ് പി ആണ്, ബി നോട്ട് നോട്ട് കോൺഗ്രുവൻറ്റ് ടു 0 മോഡ് പി ആണ്. സോ ദിസ് ടേം ഈസ് നോട്ട് കോൺഗ്രുവൻറ്റ് ടു 0 mod p. What about this term b1 cm minus 1? What will happen to this term? അവിടെ എന്താ സംഭവിക്കുക? b1 c m minus 1 അല്ലേ? b1 എന്താണ്? b1 എന്താ സംഭവിച്ചിട്ടുള്ളത്? b1 not congruent to, b1 is not congruent to അല്ലേ? b1 നോട്ട് കോൺഗ്രുവൻറ്റ് ടു 0 മോഡ് പി. സി എം മൈനസ് 1 എന്ന് പറയുന്ന ആളോ? സി എം മൈനസ് 1 കോൺഗ്രുവൻറ്റ് ടു 0 മോഡ് പി ആണ് അല്ലേ? അപ്പോൾ ഈ ബാക്കി ടേമുകളെല്ലാം എന്ത് സംഭവിക്കും? ബാക്കി ടേമുകൾ കോൺഗ്രുവൻറ്റ് ടു ഈ സമ്മിൽ ഈ ടേം ഒഴികെ ബാക്കിയെല്ലാം കോൺഗ്രുവൻറ്റ് ടു മൾട്ടിപ്പിൾ ഓഫ് പി ആയിട്ട് വരും. ഇത് നോട്ട് കോൺഗ്രുവൻറ്റ് ടു 0 മോഡ് പി ആണ് അല്ലേ? അപ്പോൾ ദിസ് നോട്ട് കോൺഗ്രുവൻറ്റ് ടു 0 മോഡ് പി എന്ന് പറഞ്ഞാൽ ഒരു ടേം സമ്മിൽ ഒരു ടേം നോട്ട് കോൺഗ്രുവൻറ്റ് ടു 0 മോഡ് പി ആയി മാറി. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? എന്ത് സംഭവിക്കും? 2 plus 5 plus 2 plus
എല്ലാം എന്താ എന്ന് പറയും. അപ്പോൾ 2 + 5 + എന്തെടുക്കാം 15 അല്ലേ. 2 കോൺഗ്രുവൻറ്റ് ടു 2 നോട്ട് കോൺഗ്രുവൻറ്റ് ടു 0 mod 5, 5 കോൺഗ്രുവൻറ്റ് ടു 0 mod 5, 15 കോൺഗ്രുവൻറ്റ് ടു 0 mod 5 അല്ലേ. വാട്ട് അബൌട്ട് ദിസ് സം? 15 5 20 22 22 അല്ലേ. 22 നോട്ട് കോൺഗ്രുവൻറ്റ് ടു 0 mod 5. സോ ഈ ടേം ഇവിടെ ഇതാണ് സംഭവിക്കുന്നത്. കിട്ടിയോ? ഈ ടേം നോട്ട് കോൺഗ്രുവൻറ്റ് ടു 0 mod p, ബാക്കിയെല്ലാം കോൺഗ്രുവൻറ്റ് ടു 0 mod p. So what will happen to this AM is not congruent to 0 mod p. അല്ലേ. സോ AM നോട്ട് കോൺഗ്രുവൻറ്റ് ടു 0 mod p ഇത് ആർക്ക് മാത്രമേ അനുവദിച്ചു തന്നിട്ടുള്ളൂ നമ്മളുടെ ക്രൈറ്റീരിയനിൽ? AM നോട്ട് കോൺഗ്രുവൻറ്റ് ടു 0 mod p എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എം ആരായിരിക്കണം? അത് ആർക്ക് മാത്രമാണ് അനുവദനീയം? ബാക്കി എല്ലാ ആളുകളും ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. ആർക്ക് മാത്രമാണ് ഈ കണ്ടീഷൻ നമ്മൾക്ക് അനുവദിച്ചു തന്നിട്ടുള്ളത്? ഹയർ ഡിഗ്രി ടേമിന്റെ കോഎഫിഷ്യന്റ്. സോ ഹിയർ AM is not congruent to 0 mod p means your M must be equal to n അല്ലേ. M is equal to n. M ആരായിരുന്നു? C കോഎഫിഷ്യന്റിലെ സഫിക്സ് ആയിട്ട് വന്നിട്ടുള്ള ഒരാളാണ് അല്ലേ. അപ്പൊ M ഈക്വൽ ടു n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ C കോഎഫിഷ്യന്റ് ഇവിടെ എന്ത് സംഭവിക്കും? M ഈക്വൽ ടു n എന്ന് പറഞ്ഞു. പക്ഷെ ഇവിടെ നമ്മൾ സപ്പോസ് ചെയ്തിട്ടുള്ള എന്താ? S ഇസ് സ്ട്രിക്ട്ലി ലെസ് ദാൻ n എന്നാണ്. C കോഎഫിഷ്യന്റിൽ വരുന്ന ഒരാളാണല്ലോ, C കോഎഫിഷ്യന്റിൽ സഫിക്സ് ആയിട്ട് വരുന്ന ഒരാളാണ് M എന്ന് പറയുന്ന ആള് അല്ലേ. C കോഎഫിഷ്യന്റിൽ ഏറ്റവും വലിയ സഫിക്സ് S ആണ്. അയാളെ ലെസ് ദാൻ n ആണ് നമ്മൾ സപ്പോസ് ചെയ്തിട്ടുള്ളത്. പക്ഷെ ഇവിടെ M ഈക്വൽ ടു n കിട്ടി അല്ലേ. അപ്പൊ എന്താ കിട്ടിയത്? ഒരു കോൺട്രഡിക്ഷനിൽ എത്തിച്ചേർന്നു. എങ്ങനെ എടുത്തപ്പോഴാണ് നമ്മൾക്ക് ഈ കോൺട്രഡിക്ഷൻ കിട്ടിയത്? f(x) റെഡ്യൂസിബിൾ, ഈ ടൈപ്പ് ഓഫ് ഫാക്ടറൈസേഷൻ ഉണ്ടെന്ന് എടുത്തപ്പോഴാണ് കോൺട്രഡിക്ഷനിൽ എത്തിച്ചേർന്നത്. സോ നമ്മൾക്ക് f(x) എങ്ങനെ എഴുതാൻ പറ്റില്ല? ഇങ്ങനെ എഴുതാൻ പറ്റില്ല. ദാറ്റ് മീൻസ് യുവർ f(x) ഈസ് irreducible over Q. f(x) is irreducible over Q. So this is the Einstein criteria. This is a sufficient condition, but it is not necessary. ഒന്നും കൂടെ ഞാൻ പറയുകയാണ്. എപ്പോഴും ആ ഒരു തെറ്റ് ഞാൻ കാണുന്നത് കൊണ്ട് വീണ്ടും പറയുകയാണ് കേട്ടോ.